നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ AKG സെന്ററുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. സുഹൈൽ ഷാജഹാന്റെ AKG സെന്റർ ആക്രമണത്തിലെ സുഹൈൽ ഷാജഹാന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് ബിനോയ്? വിജയ്, അതിനകത്തൊരു രസകരമായൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാണ് സുഹൈൽ ഷാജഹാൻ? അയാളെ എനിക്കറിയില്ല, അല്ലെങ്കിൽ പാർട്ടിയുമായി ഒരു ബന്ധമില്ല എന്ന തരത്തിൽ തള്ളിപ്പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. സുഹൈൽ ഷാജഹാൻ 2022 ജൂലൈ 1 AK സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ 2ാം പ്രതിയാണ്. കാരണം ആ സംഭവത്തിലെ സൂത്രധാരൻ എന്ന് ആണ് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും ദില്ലിയിലെത്തി കാഠ്മണ്ഡുവിലേക്ക് പോകുന്നുള്ള ിലാണ് അറസ്റ്റിലാവുന്നത്. പിന്നീട് കേരളത്തിലെത്തി, അയാളെ റിമാൻഡ് ചെയ്തു. പിന്നീട് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇന്ന് ജാമ്യം നൽകിയില്ല എങ്കിലും ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. എന്തായാലും പാർട്ടി സംസ്ഥാന ആസ്ഥാനത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ സംഭവത്തിലെ 2ാം പ്രതിയാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് പോലീസ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, വലിയ തരത്തിലൊരു ഗൂഢാലോചന. കഴിഞ്ഞ ദിവസം LDF കൺവീനർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നെ മുഖ്യമന്ത്രി വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ മുതിർന്ന കേസിന്റെ സൂത്രധാരൻ എന്ന നിലയിൽ കൂടി ഈ സുഹൈൽ ഷാജഹാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കേണ്ട ചില പദ്ധതികൾ, അതായത് CPM-നെതിരെ നടപ്പിലാക്കേണ്ട ചില പദ്ധതികൾക്ക് സൂത്രധാരനായിരുന്നു ഈ സുഹൈൽ ഷാജഹാൻ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് AK സെന്ററുമായി ബന്ധപ്പെട്ട സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അതിന് തൊട്ടു പിന്നാലെ സുഹൈൽ ഷാജഹാൻ ഒളിവിൽ പോയിരുന്നു. ഏകദേശം 2 വർഷത്തിന് ശേഷം, അതായത് ജൂലൈയിൽ തന്നെ അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ എത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഇതുവരെയായും കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യും. കാരണം ഇതിനകത്ത് 2 കാര്യങ്ങൾ. സുഹൈൽ ഷാജഹാന്റെ ഡ്രൈവറായ ഷിജു ആണ് കൃത്യമായും ഈ സ്ഫോടക വസ്തു AK സെന്ററിൽ എറിയുന്നതിന് വേണ്ടി വാഹനം എത്തിച്ചു കൊടുത്തത്. ആ വാഹനം എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഷിജു ഇതുവരെയായും കീഴടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കേസിൽ പ്രധാനമായും 4 പ്രതികളാണുള്ളത്. ആ 4 പ്രതികളിൽ 3 പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അതിൽ 2ാം പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ. അദ്ദേഹത്തെ നിലവിൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞെങ്കിലും കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു സുഹൈൽ ഷാജഹാൻ. ശരി ബിനോയ്.